അങ്ങനെ ലീഗ് മാറി നിൽക്കുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ അടുത്ത തലവേദന എന്ന് പറഞ്ഞാൽ അവരുടെ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ്, അതായത് പട്ടം താണുപിള്ള. ഈ പട്ടം താണുപിള്ള നമ്മുടെ CP-യുടെ സ്വഭാവം പോലെയാണ് പട്ടം താണുപിള്ളയുടേത്. ഭയങ്കര എന്താ പറയുക, ഒരു മാടമ്പി സ്വഭാവമാണ്, വലിയ തൻപൊരിമയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. പുള്ളി എന്ത് ചെയ്തു, ബാക്കിയുള്ള മുഖ്യമന്ത്രിമാരെ ഒന്നും പരിഗണിക്കുന്നില്ല. ആട്ടിനായ ഒരു നായർ എന്ന രീതിയിൽ മാത്രമായിരുന്നു അദ്ദേഹം മന്ത്രിസഭയിലുള്ള ബാക്കിയുള്ളവരോട് പെരുമാറിയിരുന്നത്. ഒടുക്കം എന്ത് ചെയ്തു, കോൺഗ്രസ് നാടകീയമായി തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. എന്നിട്ട് പുള്ളിയെ അനുനയിപ്പിക്കാൻ പുള്ളിക്ക് പഞ്ചാബ് ഗവർണറിന്റെ സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഗവർണറാവുന്നത്. അങ്ങനെ പട്ടം താണുപിള്ള പോയതിനു ശേഷം എന്ത് ചെയ്തു, പിന്നീട് PSP കോൺഗ്രസുമായി തെറ്റിപ്പിരിക്കുന്നു. അങ്ങനെ PSP കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് PSP പ്രതിപക്ഷത്തിന്റെ കൂടെ കൂടുന്നു. അപ്പോൾ PSPയുടെ 2-3 മന്ത്രിമാർ കൂടി ഈ ഗവൺമെന്റിലുണ്ട്. അവരൊക്കെയാണ് ഒരെണ്ണം K ചന്ദ്രശേഖരനും ഒന്ന് D ദാമോദരൻ പോറ്റിയുമായി. D ദാമോദരൻ പോറ്റി എന്നുള്ള പേര് ഓർത്ത് വെക്കണം. D ദാമോദരൻ പോറ്റിയുമുണ്ട്. ഇവർ രണ്ടുപേരും രാജിവെച്ചു. കാരണം ഇവർ മന്ത്രിസഭയിലുള്ളതാണ്. അവർ രാജിവെച്ചിട്ട് അവർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ കൂടി. അങ്ങനെ വന്നപ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കേരള നിയമസഭയിൽ രാജിവെച്ച ആദ്യത്തെ മന്ത്രി എന്ന് പറയുന്നത് D ദാമോദരൻ പോറ്റിയാണ്. അത് K ചന്ദ്രശേഖരൻ രാജിവെച്ചു. പക്ഷെ D ദാമോദരൻ പോറ്റിയാണ് ആദ്യമായി രാജിവെച്ചത്. കാരണം പൊതുവെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പേരെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് PT തോമസിന്റെ, PT ചാക്കോടെയാണ്. ആദ്യമായി രാജിവെച്ച വ്യക്തിയുടെ പേര് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന PT ചാക്കോടെ. അതിപ്പോ ഇതിന്റെ പുറകിന് PT ചാക്കോ രാജിവെക്കുന്ന ഒരു കേസും അത് വളരെ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച സംഭവമാണ്. അത് നമ്മളിപ്പോ പറയും. അപ്പോ അതാണ് നീ പറയാനുള്ളത്. ഒടുക്കം കോൺഗ്രസിന്റെ ഒറ്റകക്ഷി മന്ത്രിസഭയായിട്ട് മാറുകയാണ്. അങ്ങനെ ഒറ്റകക്ഷി മന്ത്രിസഭയായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. എന്ത്? ഗ്രൂപ്പ് പോര് തുടങ്ങുകയാണ്. അങ്ങനെ അതിൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. അതിലെ R ശങ്കറും PT ചാക്കോയും ഒരു പക്ഷം, അവർക്കെതിരെ നിൽക്കുന്നത് കോൺഗ്രസിലെ തന്നെ മലബാർ വിഭാഗമായിരുന്നു. അങ്ങനെ R ശങ്കർ മന്ത്രിസഭയിലെ പിന്നെ മുഖ്യമന്ത്രിയാവും. മാറി. പട്ടംതാണുപിള്ള അത് പറയാൻ മറന്നുപോയി. പട്ടംതാണുപിള്ള മാറിയതിനു ശേഷം അങ്ങനെ R ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്ന R ശങ്കർ മുഖ്യമന്ത്രിയാവും. അപ്പൊ അതിനോടൊപ്പം അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർത്ത് വന്നപ്പോൾ പറഞ്ഞാണ്, കേരളത്തിൽ 3 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് R ശങ്കർ, 2 CH മുഹമ്മദ് കോയ, അവസാനത്തെ. ഇതില് R ശങ്കറും CH മുഹമ്മദ് കോയയും മുഖ്യമന്ത്രിമാരായി. അബുഖാദർ കുട്ടി നെഹ ഒരിക്കലും മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പം അങ്ങനെ ഈ R ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ PT ചാക്കോ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. പിന്നെ ഒരു സംഭവമാണ് നടക്കുന്നത്, കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റിയ ഒരു സംഭവം. തൃശ്ശൂര് പെരുന്നാൾ നടക്കുമ്പോഴേ ഒരു നീല അംബാസഡർ കാറ് ഒരു ഉന്തുവണ്ടിക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയി. ഒടുക്കം അത് വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ കാർ ഓടിച്ചിരുന്നത് PT ചാക്കോയാണെന്ന് കാണുന്നു. ആ വണ്ടിയിൽ പുള്ളിയോടൊപ്പം ഒരു സ്ത്രീയെ കണ്ടു. അതോടെ അതൊരു സ്ത്രീ വിഷയമായി വലിയൊരു വിവാദമായി മാറി. ഓക്കെ. അപ്പം ഗ്രൂപ്പ് കോൺഗ്രസിൽ തന്നെ ചേരിപോര് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം പ്രതിപക്ഷം രാജിക്കായി മുറവിളി കൂട്ടി. എന്നാൽ ഭരണപക്ഷത്തെ MLA ആയ ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ രാജിക്കായി നിയമസഭയുടെ കവാടത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-നും പിറ്റേ ദിവസവും സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഈ ഭരണപക്ഷത്തെ, അതായത് കോൺഗ്രസിന്റെ പാർട്ടിയിലുള്ള ആള് ഗാന്ധിജി തലേ ദിവസം സ്വപ്നത്തിൽ വന്ന് സദാചാരം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തു എന്ന് ഈ പുള്ളി പറഞ്ഞു. ഗാന്ധിജി പുള്ളിയുടെ സ്വപ്നത്തിൽ വന്നത്. അങ്ങനെ നിയമസഭയിലെ സഭാമന്ദിരത്തിന് മുമ്പിലുള്ള ആദ്യത്തെ സത്യാഗ്രഹത്തിനും ഇത് കാരണമായി. ഈ വ്യക്തി ആരെന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ പേര് പ്രഹ്ലാദൻ ഗോപാലൻ എന്നാണ്. പ്രഹ്ലാദൻ ഗോപാലൻ എന്നാണ്.
ഈ പ്രഹ്ലാദൻ എന്നുള്ള പേരെങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ മാനേജറായിരുന്ന പിതാവിനെതിരെ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ സമരം ചെയ്തതിനാലാണ് പ്രഹ്ലാദൻ എന്ന് പേര് വന്നത്. സ്വന്തം അപ്പനെതിരെ സമരം ചെയ്തു. അങ്ങനെ അതാണ് സംഭവം. അങ്ങനെ 1960 തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പം സത്യാഗ്രഹം ചെയ്യുമ്പോഴേ പുള്ളി തെരഞ്ഞെടുത്ത് വന്നതുകൊണ്ടാണല്ലോ, പുള്ളി തോപ്പിച്ചത് ആരെയാണ്? KPR ഗോപാലനെയാണ്. അറിയാമോ KPR ഗോപാലൻ ആരാണ്? KPR ഗോപാലൻ ഏതോ ഒരു മോറാഴ സംഭവത്തിലെ KPR ഗോപാലനെ തോൽപ്പിച്ചാണ് 1960 ഇലക്ഷനിലെ പ്രഹ്ലാദൻ ഗോപാലനെ സെലക്ട് ചെയ്തിരുന്നു. പുള്ളി ഒടുക്കം പി ടി ചാക്കോ രാജിവെക്കണമെന്നും പറഞ്ഞ് പ്രതിപക്ഷത്തോട് ചേർന്ന് നിന്ന് പുള്ളി സത്യാഗ്രഹം ചെയ്തു. അങ്ങനെ നിയമസഭയിൽ ആദ്യം സത്യാഗ്രഹം ചെയ്തത് പ്രഹ്ലാദൻ ഗോപാലനാണ്. അങ്ങനെ ഗോപാലന്റെ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാരനായ CM സ്റ്റീഫന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ശക്തമായി ആവശ്യപ്പെട്ടു PT ചാക്കോ രാജിവെക്കണം. ഒടുവിൽ ശങ്കറും PT ചാക്കോയും തമ്മിൽ അകലുന്നു. അങ്ങനെ PT ചാക്കോ രാജിവെക്കുന്നു. അപ്പോൾ ഈ PT ചാക്കോയുടെ രാജിയാണ് നമ്മൾക്ക് പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള നിയമസഭയിൽ ആദ്യം രാജിവെച്ച വ്യക്തി എന്ന് പറയുന്നത് D ദാമോദരൻ പോറ്റിയാണ്. ഓക്കെ, PT ചാക്കോ അല്ല. കുറച്ചു കാലം കഴിഞ്ഞ് നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും PT ചാക്കോ തോൽക്കുന്നു. അങ്ങനെ ഒടുക്കം പുള്ളി സജീവ രാഷ്ട്രീയം വിട്ട് അഭിഭാഷകനായി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് അഭിഭാഷകനായി ഒരു യാത്രക്കിടെ പോകുമ്പോൾ ഹൃദയാഘാതം മൂലം പുള്ളി അന്തരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇസ്മാനിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും പറഞ്ഞ് ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ബഹളം തുടങ്ങുന്നു. ഓക്കെ, അങ്ങനെ മുൻ മന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ മൃതദേഹത്തോട് മുഖ്യമന്ത്രി അനാദരവ് കാട്ടിയെന്നും പറഞ്ഞ് ഈ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ PT ചാക്കോയുടെ മരണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കേരള നിയമസഭയിൽ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടാകും. നിയമസഭാ സമ്മേളനത്തിന് ഒരു ദിവസം മുന്നേ KM ജോർജ്, ശ്രദ്ധിക്കണം, KM ജോർജ് സ്പീക്കർക്ക് ഒരു കത്ത് നൽകുന്നു. ഞാനും ഒരു 15 MLA-മാരുടെ ഗ്രൂപ്പും ഞങ്ങൾ സഭയിൽ പ്രത്യേക ഒരു ബ്ലോക്കായി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ മന്നത്ത് പത്മനാഭന്റെയും കത്തോലിക്ക സഭയുടെയും ആശീർവാദത്തോടെ KM ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് മാറുന്നു. അതായത് കോൺഗ്രസിൽ നിന്നും ഒരു ഗ്രൂപ്പ് പിളർന്നു പോകുന്നു. ആ ഗ്രൂപ്പിന് പേര് നൽകിയത് മന്നത്ത് പത്മനാഭന. എന്ത് പേരാണ് നൽകിയത്? കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ മനസ്സിൽ വരുന്നത് ക്രിസ്ത്യൻ ഒരു പാർട്ടി എന്നുള്ളതിന്. അതിന് പേര് നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അങ്ങനെ അവർ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് നിന്നു. അവരെന്തിനു മാറി? PT ചാക്കോയോട് കോൺഗ്രസ് കാണിച്ച അനീതിക്ക് എതിരെയാണ് അവർ പ്രതിഷേധിച്ച് വേറെ ഗ്രൂപ്പായിട്ടിരുന്നത്. ഇന്നത്തെ രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ PT ചാക്കോ വിവാദം കത്തി നിൽക്കുമ്പോൾ PT ചാക്കോയെ പുറത്താക്കണമെന്ന് മുന്നിൽ ആരോപണം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു KM ജോർജ്. ഇതേ KM ജോർജ് ആണ് കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത്. അതായത് PT ചാക്കോയ്ക്ക് എതിരെ നിന്ന ആള് PT ചാക്കോയുടെ അനാദരവ് കാട്ടിയെന്ന് പറഞ്ഞുണ്ടാക്കിയ കേരള കോൺഗ്രസ് സ്ഥാപിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു KM ജോർജ്. അപ്പം ഓരോ തരമനുസരിച്ച് അവരുടെ നിലപാട് മാറ്റും. ഇതിന്റെ ഡെപ്യൂട്ടി ലീഡറായിട്ട് ആര് വന്നു? ഡെപ്യൂട്ടി ലീഡറായിട്ട് വന്നത് R ബാലകൃഷ്ണപിള്ളയാണ്. ഇന്നത്തെ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ളയാണ് ഡെപ്യൂട്ടി ലീഡറായിട്ട് വന്നത് കേരള കോൺഗ്രസിലും. മകൻ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരോടാണ്. അച്ഛൻ അന്നത്തെ അതായത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കന്മാരായിട്ട് കരുതപ്പെടുന്നത് KM ജോർജ്, R ബാലകൃഷ്ണപിള്ള രണ്ടുപേരുമാണ്. ഓക്കെ, ഇതേ തുടർന്ന് അപ്പൊ എന്തായി? അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടായി. ഇതേ തുടർന്ന് നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു. അതായത് ഈ സർക്കാർ തുടരാൻ നടക്കില്ലെന്നും പറഞ്ഞ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അതാരാ കൊണ്ടുവരുന്നത്? അതിനുള്ള നോട്ടീസ് നൽകുന്നത് PK കുഞ്ഞാണ്. ഈ PK കുഞ്ഞ് പിന്നീട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ പുറകിലുള്ള ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഏതാണ്? PK കുഞ്ഞ്. ലോട്ടറി കൊണ്ടുവന്നത് ഈ PK കുഞ്ഞാണ്.
അത് പക്ഷേ മറ്റൊരു മന്ത്രിസഭയിലാണ്. അപ്പോൾ ഈ പി കെ കുഞ്ഞാണ് ആദ്യമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ അവിശ്വാസ പ്രമേയം ആണ് ഇത്. ഓക്കെ, രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവിശ്വാസ പ്രമേയമാണെങ്കിലും കേരളത്തിൽ പിന്നീട് ഒരുപാട് അവിശ്വാസ പ്രമേയങ്ങളുണ്ടായി. പക്ഷെ വിജയിച്ച ഒരൊറ്റ അവിശ്വാസ പ്രമേയം ഇത് മാത്രമാണ്. അതായത് അവിശ്വാസ പ്രമേയം വിജയിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭരിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടെത്തി അവർ രാജിവെക്കുകയാണ്. അങ്ങനെ ആർ ശങ്കറിന്റെ ഗവൺമെന്റാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ആദ്യമായി പുറത്താക്കപ്പെട്ടതും ഇതുവരെയുള്ള കേരള ചരിത്രത്തിൽ പുറത്താക്കപ്പെട്ട ഏക ഗവൺമെന്റും. പിന്നെ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ ഇംഗ്ലീഷ് ഉണ്ട്, ഇംപീച്ച്മെന്റ് ആണ്. അല്ലല്ല, നോ കോൺഫിഡൻസ് മോഷൻ. നോ കോൺഫിഡൻസ് മോഷൻ. അങ്ങനെ ഭരണകാലാവധി പൂർത്തിയാക്കാതെ രണ്ടാമത്തെ ഗവൺമെന്റും വീഴുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതാണ് കരിങ്കോഴിക്കൽ മാണി, അല്ലെങ്കിൽ KM മാണി. കരിങ്കോഴക്കൽ മാണി KM മാണി എന്നുള്ളത്. ഈ പുള്ളി കോട്ടയം DCC പ്രസിഡന്റ്, അതായത് കോട്ടയം ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഈ പുള്ളി ആ സ്ഥാനം ഒഴിവാക്കിയാണ്, വേണ്ടാന്ന് വെച്ചിട്ടാണ് പുള്ളി കേരള കോൺഗ്രസ്സിൽ ചേരുന്നത്. അപ്പം ഇതിന് മാണി പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ കോട്ടയം DCC എന്നത് PT ചാക്കോയെ അനുകൂലിക്കുന്നവരുടെ ഒരു ജില്ലാ കമ്മിറ്റിയാണ്. എല്ലാവരും 90% അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരാണ്. അങ്ങനെ PT ചാക്കോയോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് പാർട്ടിയിലേക്ക് വന്നതെന്നാണ് പുള്ളി പറയുന്നത്. ചുരുക്കത്തിൽ ഒന്നായി നിന്ന കോൺഗ്രസ് രണ്ടായി പിളർന്നു. കേരളം അറിഞ്ഞിരുന്നില്ല അത് മാലപ്പടക്കം പോലെ ഒരു വലിയ പിളർപ്പിന്റെ തുടക്കം മാത്രമാണ് അന്ന്. പിളരും തോറും വളരുക എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ കേരള കോൺഗ്രസ്സിന് ജനനം ഉണ്ടാവുകയാണ്. അങ്ങനെ 1965 ഇലക്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിളർപ്പ് വരുന്നു.